യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഓഗസ്റ്റ് 31 തീയതിയാണ്. ഈ മാസത്തിലെ അവസാന ദിവസമാണ്. ദൈവത്തിന് നമ്മൾ ഒത്തിരി നന്ദി പറയണം. എത്രയോ അത്ഭുതകരമായിട്ടാണ് ഈ ഒരു മാസം കർത്താവ് നമ്മളെ പരിപാലിച്ചത്. ഓരോ മാസവും കടന്നു പോകുമ്പോഴും പെട്ടെന്നൊരു മാസം വരുന്നു പോകുന്നു എന്ന് ചിന്തിക്കാതെ ഓരോ മാസത്തിലും കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയണം. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയണം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 8 തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണും: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്രയോ നല്ലവനാണ്. ഈ ലോകത്തിൽ ഈ ഒരു മാസം നമ്മെ ജീവിപ്പിക്കാൻ അനുവദിച്ചു എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കരുണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഞാൻ നിങ്ങളെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം അതിൻ്റെ 18 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു മാസം ദൈവം പരിപാലിച്ചപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും തമ്പുരാനോട് നന്ദി പറയണം. കാരണം കർത്താവിൻ്റെ കരുണ കൊണ്ടാണ്, കൃപ കൊണ്ടാണ്, ശക്തി കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ മാസവും ജീവിക്കുന്നത്. 10 കുഷ്ഠരോഗികളുടെ സംഭവം നമുക്കറിയാം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. സൗഖ്യപ്പെട്ടിട്ട് ഒരുവൻ മാത്രമാണ് തിരിച്ചു വരുന്നത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേരെവിടെ? അവരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതല്ലേ? അവരും നന്ദി പറയേണ്ടതല്ലേ? അപ്പം നന്ദി നമ്മൾ പറയുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് സാധിക്കുമെങ്കിൽ അല്പസമയം ഇരുന്ന് ഈശോയുടെ സന്നിധിയിലിരുന്ന് നന്ദി പറയുക. മറ്റൊന്നും പ്രാർത്ഥനകളൊന്നും വേണ്ട. ഈശോയുടെ അടുത്ത് ഒരു 30 മിനിറ്റെങ്കിലും, അരമണിക്കൂർ സമയം ഇരുന്ന്, ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കേണ്ട ദിവസമാണ്. നമുക്ക് ഈശോയോട് നന്ദി പറയാം. നമ്മുടെ അപ്പനെ ഓർത്ത്, അമ്മയെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, ജോലി ഓർത്ത്, ഭവനത്തെ ഓർത്ത്, പഠനത്തെ ഓർത്ത്, ശുശ്രൂഷകളെല്ലാം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി. ഈശോയെ നന്ദി, നീ എന്നെ പരിപാലിച്ചല്ലോ, എൻ്റെ കുടുംബത്തെ കാത്തു പരിപാലിച്ചല്ലോ. എല്ലാത്തിനെയും ഓർത്ത്, ജോലി ചെയ്യാൻ ആരോഗ്യം തന്നല്ലോ, പഠിക്കാൻ കൃപ തന്നല്ലോ, ശുശ്രൂഷ ചെയ്യാനുള്ള ശക്തി തന്നല്ലോ. എല്ലാത്തിനും ഓർത്ത് ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, കൂടുതൽ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തരും. നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ കൂടുതൽ അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ കർത്താവ് നമുക്ക് തുറന്നു തരും. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ഒരു മാസക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഈശോയെ 1000 നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിൽ കർത്താവേ, നിൻ്റെ കരുണയിലും സ്നേഹത്തിലും സംരക്ഷണത്തിലും കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങയുടെ വലിയ സംരക്ഷണം ലഭിക്കട്ടെ. യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.